DC കണ്ടു വന്നിരിക്കുകയാണ്. വേറെ ലെവലും കേട്ടോ. ഇത് ശരിക്കും പറയണേൽ അനിരുദ്ധ് പടം അന്ന് വേണേൽ പറയാം. അനിരുദ്ധാണ് അതിനകത്ത് വേറെ ലെവൽ. അനിരുദ്ധിൻ്റെ റേഞ്ച് എന്നൊക്കെ പറഞ്ഞ ഇതാണ് നമ്മൾ കാണുന്നത്. അനിരുദ്ധിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാം. ഒരു ഗാങ്സ്റ്റർ മൂവി. ഇതൊരു ക്രൗഡിലിരുന്ന് കാണുന്ന ഈ പടം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ഇഷ്ടപ്പെടുള്ള ഒരു ക്രൗഡ് മൂവിയാണ്. ആൾക്കാരുടെ കൈയിടി ബഹളവും. ഇതിനകത്തൊരു DC സിനിമയെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഇതിനകത്തൊരു ഐക്കോണിക് മ്യൂസിക് ഉണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ട് BGM. എന്ത് കിടലിനാന്ന് പറയുക തിയേറ്റർ കാണാൻ. ആ ബാക്ക്ഗ്രൗണ്ട് വന്നവിടെ ഞാൻ ഓർത്തു ആർക്കും വലിയ കാര്യമായിട്ടൊന്നും ആ ബാക്ക്ഗ്രൗണ്ട് കേൾക്കാൻ കാത്തിരിക്കുന്ന പോലെയാണ് ആൾക്കാരെ കൈയടിച്ചത്. ഉഗ്രനുണ്ടോ? ഉഗ്രൻ തകർത്തു. ഒരു നല്ല ക്രൗഡ് പുൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ പടം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതല്ല. ഭയങ്കര വയലൻസ് ആണ്. നമ്മുടെ മാർക്കോടൊക്കെ അപ്പനായിട്ട് വരും വയലൻസിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു ഗാങ്സ്റ്റർ മൂവി അടിപൊളി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു വിജയ് ഉണ്ടായിരുന്നല്ലോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ മൂവി. ആ ഒരു മോഡലിലൊക്കെയാണ് പടം പോകുന്നത്. കളറിങ് എല്ലാം ബെസ്റ്റ്. പടം കൊണ്ടുപോയത് അനിരുദ്ധ് തന്നെയാണ്. വേറെ ലെവൽ. ലോകേഷിൻ്റെ സംവിധാനം മാത്രമല്ല കേട്ടോ. പുള്ളിക്ക് നല്ലപോലെ അഭിനയിക്കാൻ അറിയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നായിക ഇട്ടിപ്പനവള് കാലിലൊക്കെയിട്ടുണ്ട് നായിക. വേറെ ക്ലൈമാക്സ് ഒക്കെ ഉപ്പനായിട്ടാണ് തരുന്നത്. ഭയങ്കര കൈഡിയായിരുന്നു തിയേറ്ററിൽ. വേറെ ലെവൽ. ധൈര്യമായിട്ട് കണ്ടു. DC ആ ഒരു പ്രേക്ഷകർക്ക് കേട്ടോ. ആ ഒരു സ്റ്റൈൽ അറിയാമല്ലോ. ആ സ്റ്റൈൽ അറിയാവുന്ന പ്രേക്ഷകർക്ക് എന്തായാലും DC ഇഷ്ടപ്പെടും. ഓക്കെ.